ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസൊക്കെയാണ് നോക്കിയിരുന്നത്. ഇനി അടുത്തത് നോക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനാണ്. ഇതിൽ നോക്കാനുള്ളത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാനുള്ള കാരണത്തെക്കുറിച്ചാണ്. പിന്നെ അത് കൂടാതെ 2 പിക്ചറോടെ തന്നിട്ടുണ്ട്. അതിൽ നക്ഷത്രങ്ങളുടെ ആക്ച്വൽ പൊസിഷനും അതുപോലെ തന്നെ അപ്പാരൻറ്റ് പൊസിഷൻ സ്റ്റാർ കാണപ്പെടുന്ന പൊസിഷനാണ്. അതായത് അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ അല്ല, അത് ഇപ്പോഴെവിടെയാണോ കാണപ്പെടുന്നത് ആ ഒരു പൊസിഷൻ. നെക്സ്റ്റ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് വളരെ ദൂരെയുള്ള സ്റ്റാറിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിച്ചാണോ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിച്ചല്ല അല്ലേ. ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ഡയറക്ഷനിൽ ചേഞ്ചുകളൊക്കെ വന്നതിന് ശേഷമാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അല്ലേ, അതായത് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Stars appear as point sources of light because they are at a greater distance from the Earth compared to the planets. നക്ഷത്രങ്ങൾ പ്ലാനറ്റിനെ അപേക്ഷിച്ചിട്ട് വളരെ അകലെയായതിനാൽ ഒരു പോയിന്റിൽ നിന്ന് പ്രകാശം വരുന്ന പോലെയായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റാർസ് റീച്ച് അവർ ഐസ് ബൈ ട്രാവേഴ്സിങ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. The optical density of the medium through which the light travels goes on the changing as the physical condition. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ പല ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സിലൂടെ എല്ലാം സഞ്ചരിച്ചിട്ടാണ് ഈ ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്നത് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഫിസിക്കൽ കണ്ടീഷനിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹെൻസ് ദ ലൈറ്റ് അണ്ടർഗോസ് ആൻഡ് ഇറഗുലർ റിഫ്രാക്ഷൻ. അപ്പോൾ ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കും? ഇറഗുലറായിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കും. സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല ലെയറിൽ കൂടെയാണ് കടന്നു വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ ലെയേഴ്സിൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ ചേഞ്ച് വരുമ്പോൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ചേഞ്ച് വരും. അതുകൊണ്ട് തന്നെ റിഫ്രാക്ഷനും ഇറഗുലർ ആയിരിക്കും. Therefore, when the light rays from the stars reach the eyes after refracted several times, അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന ആ ലൈറ്റ് റേസിന് പല തവണ ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ദ സ്റ്റാർ cannot be seen continuously at the same position. ഈ ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർസിനെ ഒരു പൊസിഷനിലല്ല കാണാൻ സാധിക്കുന്നത്, പല പൊസിഷനിലാണ് കാണാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. അപ്പോൾ ഇതാണ് സ്റ്റാറുകളുടെ ആ ഒരു മിന്നിത്തിളക്കത്തിന് കാരണം. ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാമെന്നുണ്ടെങ്കിൽ അകലെയുള്ള സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് റേക്ക് അറ്റ്മോസ്ഫിയറിലുള്ള പല ലെയേഴ്സിൽ വെച്ചിട്ട് ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ സംഭവിക്കും. ഈ ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ സംഭവിക്കാൻ കാരണം അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വരുന്ന ചേഞ്ചാണ്. അതായത് ഫിസിക്കൽ കണ്ടീഷനിൽ ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലും ചേഞ്ച് വരും. ഈ ഒരു ചേഞ്ച് കാരണമാണ് ഇറഗുലർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറിനെ ഒരു പോയിന്റിലല്ല പല പോയിന്റിലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർസ് മിന്നിത്തിളങ്ങുന്നത് പോലെ തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യനോട് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമുക്കറിയാലോ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതിന് തൊട്ട് മുൻപും അതേപോലെ തന്നെ പടിഞ്ഞാറ് അസ്തമിച്ചതിന് ശേഷവും നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഈ ഒരു പിക്ചർ അനലൈസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും സൂര്യൻ്റെ ആക്ച്വൽ പൊസിഷനും അതേപോലെ തന്നെ അപ്പാരൻറ്റ് പൊസിഷനൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഹൊറൈസണിന് മുകളിലാണ് അപ്പാരൻറ്റ് പൊസിഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ സൂര്യപ്രകാശം അറ്റ്മോസ്ഫിയറിലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിൻ്റെ ആ ഒരു ആൻസർ തന്നെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് ആ സ്റ്റാർസിൻ്റെ ഒരു കാര്യം പറഞ്ഞതിന് പകരം സണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെ വരുന്നത്. വി ക്യാൻ സീ സൺ എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ ഈസ്റ്റേൺ ഹൊറൈസൺ ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ. സൂര്യനെ നമുക്ക് രാവിലെ ആ ഉദിക്കുന്നതിന് തൊട്ടു മുൻപ് ചക്രവാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അത് കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള ഡെൻസിറ്റിയിലെ ആ ഒരു ചേഞ്ച് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. Refraction occurs and we can see apparent position of sun which is slightly above the actual position. അപ്പോൾ ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് മൂലം സൂര്യൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും കുറച്ച് ഉയർന്നിട്ടാണ് നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നത്. Likewise, in the evening we can see sun a few seconds after the sun reaches the western horizon. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചതിന് ശേഷവും നമുക്ക് കുറച്ചു നേരം സൂര്യനെ കാണാൻ സാധിക്കുന്നത്. അടുത്ത് നോക്കാനുള്ളത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഇവിടെ ചിത്രത്തിൽ ഒരു ഡെക്കറേറ്റീവ് ലാമ്പ് തന്നിട്ടുണ്ട്. ആ ലാമ്പ് പ്രകാശിക്കുന്നത് അതിൻ്റെ നാര് പോലുള്ള ഭാഗത്തിൻ്റെ തുമ്പുഭാഗം മാത്രമാണ് പ്രകാശിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്.
അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള ഒരു പ്രകാശം ട്രഫിലെ ജലത്തിലേക്ക് പതിപ്പിക്കുകയാണ്. ആദ്യം ലേസർ ടോർച്ച് ഒന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷമാണ് ജലത്തിലേക്ക് പതിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ലേസർ ടോർച്ചിന് ഒന്നും കൂടി ഒന്ന് ചരിച്ച് വെച്ചിട്ട് ജലത്തിലേക്ക് അതിൻ്റെ പ്രകാശത്തെ കടത്തിവിടാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിളിലും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് റേസ് ജലത്തിൻ്റെ സർഫസിൽ ചെന്ന് പതിച്ചതിന് ശേഷം ജലത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആൻസർ ചെയ്യാം. വിച്ച് ആർ ദ മീഡിയംസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഇൻസൈഡ് ദ ട്രഫ്? ട്രഫിനുള്ളിൽ പ്രകാശം ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ലൈറ്റ് വാട്ടറിലൂടെയും എയറിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ദ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റയറർ മീഡിയം ഓർ ഫ്രം എൻ ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം? ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണോ അതോ റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയത്തിലേക്കാണ്. വാട്ടറിൽ നിന്നും എയറിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒപ്റ്റിക്കലി ഡെൻസർ ടു റയറർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി വാട്ട് ഡു യു ഒബ്സർവ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രമമായിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാണാൻ സാധിക്കുന്നതെന്ന്. അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹിയർ ദ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റയറർ മീഡിയം. ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ്. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രമമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടി വരാണ് ചെയ്യുന്നത്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനൊക്കെ എന്താണെന്ന് അറിയാലോ അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു റേ ഒരു മീഡിയത്തിൽ ഒന്ന് പതിക്കുമ്പോൾ ആ ഒരു റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആ റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ആ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. The incident ray reflects back to the water completely when the angle of incidence is above a specific value. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രമമായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു സ്പെസിഫിക് വാല്യൂവിൽ എത്തിച്ചേരുമ്പോൾ ഇൻസിഡൻറ്റ് റേ ജലത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. പിന്നെ സംഭവിക്കുന്നത് റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത് കേട്ടോ. ജലത്തിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വെൻ ഡസ് ദ ലൈറ്റ് റിഫ്ലക്റ്റ് കംപ്ലീറ്റ്ലി ടു ദ സെയിം മീഡിയം വിത്തൗട്ട് റിഫ്രാക്ഷൻ? അതായത് റിഫ്രാക്ഷൻ സംഭവിക്കാതെ ലൈറ്റ് റേ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് എപ്പോഴാണ്? അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഇൻസിഡൻറ്റ് റേ റിഫ്ലക്ട്സ് ബാക്ക് ടു ദ വാട്ടർ കംപ്ലീറ്റ്ലി വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബവ് സ്പെസിഫിക് വാല്യൂ. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അല്ലേ. ഇനി അടുത്തത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ എക്സ്പെരിമെൻ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പറിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം 2 പ്രൊട്രാക്ടർ ചേർത്ത് വെച്ച പോലെ ഒരു ആംഗിൾ വരയ്ക്കാൻ പാടുണ്ട്. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒരു മേശയുടെ സർഫസിൽ വയ്ക്കുക. പിന്നീട് ഒരു ഹാഫായിട്ടുള്ള ഒരു ഗ്ലാസ് ലാബ്, ഒരു കനം കൂടിയ ഗ്ലാസ് ലാബ് ചിത്രത്തിൽ കാണുന്ന പോലെ ചാർട്ട് പേപ്പറിലെ ആ ഒരു സർക്കിളിന് മുകളിൽ വയ്ക്കുക. ഇനി പറഞ്ഞിട്ടുള്ളത് ഗ്ലാസ് ലാബിലേക്ക് ഡിഫറെൻറ്റ് ആംഗിളുകളിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുക. അപ്പോൾ ഓരോ അവസരത്തിലും ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും ഉണ്ടാവും. അത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ അത് നിരീക്ഷിക്കുക. അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലുള്ള ആംഗിളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ആൻസർ ചെയ്യാം. ഫ്രം വിച്ച് മീഡിയം ടു വിച്ച് ഡസ് ദ റേ ഓഫ് ലൈറ്റ് എൻ്റർ? അതായത് ഇവിടെ ലൈറ്റ് റേ കടക്കുന്നത് ഏത് മീഡിയത്തിൽ നിന്നും ഏത് മീഡിയത്തിലേക്കാണ്? അതായത് ഫ്രം എൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രം എൻ ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഫസ്റ്റ് പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണെന്ന് പറയും. ആദ്യത്തെ പിക്ചറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ എന്താ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്? അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ റിഫ്രാക്റ്റഡ് ആംഗിളിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക റിഫ്രാക്റ്റഡ് ആംഗിൾ കൂടി വരാണ് ചെയ്യുന്നത് അല്ലേ. What is the angle of incidence when the angle of refraction is 90 degree? Angle of refraction 90 degree ആകുമ്പോൾ angle of incidence എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 42 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. അതായത് angle of refraction 90 ഡിഗ്രിയും angle of incidence 42 ഡിഗ്രിയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ what peculiarity do you notice when the light is incident at an angle greater than this angle of incidence? ഇൻസിഡൻറ്റ് ആംഗിളിനേക്കാളും കൂടിയ അളവിലാണ് ലൈറ്റ് റേ വന്ന്
പതിക്കുന്നതെങ്കിൽ എന്ത് പ്രത്യേകതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന്. അതായത് ഇവിടെ 42 ഡിഗ്രി ആയിരുന്നു ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് രണ്ടാമത്തെ പിക്ചറിൽ അല്ലേ. ഇനി അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞപ്പോൾ, അതായത് 43 ഡിഗ്രി ആയി കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ആ റേ ആ സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്തത് അല്ലേ. അതായത് ഒരു സ്പെസിഫിക് വാല്യൂവിനേക്കാളും കൂടിയ വാല്യൂവിൽ ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല, റിഫ്ലക്ഷനെ സംഭവിക്കുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത് കേട്ടോ. When a ray of light enters from an optically denser medium to rarer medium, the angle of incidence at which the angle of refraction becomes 90 degree is the critical angle. In the glass air pair, the critical angle is 42 degree. അതായത് ലൈറ്റ് റേ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്കാണ് പതിക്കുന്നതെങ്കിൽ ആ ഒരു ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കും. ആ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുന്ന ആ ഒരു സിറ്റുവേഷനിലുള്ള ഇൻസിഡൻറ്റ് ആംഗിൾ എത്രയാണോ വരുന്നത് അതിനെയാണ് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രി വന്നപ്പോഴാണ്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ഡിഗ്രി വന്നപ്പോഴാണ് ഈ 42 ഡിഗ്രീനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് എയർ പെയറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. തൊട്ട് താഴെ നോക്കാം. When a ray of light enters from an optically denser medium to a rarer medium at an angle of incidence greater than the critical angle, the ray is reflected back completely to the same medium without undergoing refraction. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻസിഡൻറ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായാൽ ആ ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കാതെ ആ ഒരു മീഡിയത്തിലേക്ക് പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്യും. അതിനാണ് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഷോർട്ടാക്കി പറയാന്നുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് വരാന്നുണ്ടെങ്കിൽ ആ റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കാതെ അതേ മീഡിയത്തിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനാണ് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കേട്ടോ. ഇവിടെ 1-2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതൊന്ന് ആൻസർ ചെയ്യാം. വിച്ച് ഓഫ് ദി എബോവ് ഫിഗേഴ്സ് റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്താൻ. അതായത് ഇൻസിഡൻറ്റ് റേ അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നത് ഒന്നാമത്തെയുണ്ട്, അതുപോലെ തന്നെ ഇയും ഉണ്ട്. എയും ഇയും ആണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്ന പിക്ചറുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? ഇവിടെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ വരണമെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അത് വരുന്നത് ഏതായിരിക്കും പിക്ചർ വരുന്നത്? 42 ഡിഗ്രിയാണ് ഇവിടെ വരുന്ന ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. Will total internal reflection occur for a ray of light entering from water to air at an angle of 50 degree? Why? What is the critical angle for the water-air pair? വാട്ടറിൽ നിന്നും എയറിലേക്ക് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നത് 50 ഡിഗ്രി ആംഗിളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമോ? എന്തുകൊണ്ട്? പിന്നെ പറഞ്ഞിരിക്കുന്നത് വാട്ടർ എയർ പെയറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന്. ഇവിടെ 50 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത് അല്ലേ. 50 ഡിഗ്രി വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അതായത് ഇവിടെ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 48.6 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അതിനേക്കാൾ കൂടിയ ആംഗിളിലാണ് ഇവിടെ ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്തായാലും സംഭവിക്കും. ആൻസർ നമുക്ക് എഴുതാം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വിൽ ഒക്കർ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ എയർ പെയർ ഈസ് 48.6 degree. Here the angle of incidence is 50 degree. So here the ray undergoes total internal reflection. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What are the two conditions required for total internal reflection to occur? അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കാൻ ആവശ്യമായിട്ടുള്ള 2 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലൈറ്റ് റേ ഷുഡ് എൻ്റർ ഫ്രം എ ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. അതായത് ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കായിരിക്കണം പാസ് ചെയ്യേണ്ടത്. അടുത്തത് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ക്വസ്റ്റ്യൻ ദ ബോട്ടം ഓഫ് ദ അക്വേറിയം ഈസ് സീൻ എബവ് ദ സർഫസ് ഓഫ് വാട്ടർ. വാട്ട് മേ ബി ദ റീസൺ? അക്വേറിയത്തിൻ്റെയൊക്കെ അടിത്തട്ട് സർഫസ് ഓഫ് വാട്ടറിൽ കാണപ്പെടാനുള്ള കാരണം എന്താണെന്ന്. അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ അക്വേറിയം അണ്ടർഗോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. അതായത് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന ലൈറ്റ് റേക്ക് ജലത്തിൻ്റെ ആ ഒരു സർഫസിൽ വെച്ചിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഹെൻസ് ദ ബോട്ടം ഈസ് സീൻ എബവ് ദ സർഫസ് ഓഫ് വാട്ടർ. അങ്ങനെയാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായിട്ട് കാണുന്നതെന്ന്. ഈസ് ഇൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓഫ് വാട്ടർ ടു ദ ബോട്ടം ഓഫ് ദ അക്വേറിയം ദ സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ടു ദ ഇമേജ് കോസ്ഡ് ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജലോപരിതലത്തിൽ നിന്നും അക്വേറിയത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള ആ ദൂരവും അതുപോലെ തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മൂലമുണ്ടാകുന്ന ഇമേജിലേക്കുള്ള ദൂരവും തുല്യമാണ്. അപ്പോൾ അതുമൂലം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇവിടെ സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റീവ് ലാമ്പിൻ്റെ ഒക്കെ ആ ഒരു നാര് പോലുള്ള ഭാഗത്തിൻ്റെ തുമ്പത്താണ് പ്രകാശം കാണുന്നതെന്ന്. അതിൻ്റെ കാരണമാണ് പറയുന്നത് കേട്ടോ. One end of each optical fiber in the decorative lamp is connected to a suitable source of light. അതായത് ഈ ഡെക്കറേറ്റീവ് ലൈറ്റിലെ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഒരു എൻഡ് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സുമായിട്ട് ഘടിപ്പിച്ചുണ്ടാവുന്നു. ലൈറ്റ് റേസ് ഫ്രം ദീസ് സോഴ്സ് ട്രാവൽ ത്രൂ ദി ഫൈബർ. ആ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റുകൾ ഈ ഫൈബറിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ഇൻസിഡൻറ്റ് ആംഗിളിലാണ് വശങ്ങളിൽ പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് തുടർച്ചയായിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് രണ്ടാമത്തെ എൻഡിലൂടെ പ്രകാശം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരെൻഡ് ഒരു ലൈറ്റ് സോഴ്സായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന ലൈറ്റ് ആ ഫൈബറിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കും. ഫൈബറിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചിട്ട് അത് ഈ ഫൈബറിൻ്റെ ഉള്ളിലെ വശങ്ങളിലൊക്കെ വന്ന് തട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വന്ന് പതിക്കുന്ന ഈ ലൈറ്റ് റേയുടെ ഈ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ലൈറ്റ് റേക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് രണ്ടാമത്തെ എൻഡിലൂടെ ലൈറ്റ് പുറത്തേക്ക് വരും. അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് നമ്മുടെ സറൗണ്ടിങ്സിൽ എവിടെയെല്ലാം കാണാൻ പറ്റുന്നു. ഇവിടെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഒരു അമ്മയും കുട്ടിയും നമ്മളൊരു സംഭാഷണം പറഞ്ഞു തുടങ്ങിയത് അല്ലേ. അവർ കാലയാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ അകലെ വെള്ളം കിടക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. The layers of air closer to the road have a optical density as it is warmer than the upper layers. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. The optical density of the air increases gradually as we go higher. പിന്നെ ഈ വായു മുകളിലേക്ക് പോകുന്തോറാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്നത്. When light rays coming from the surroundings objects pass through different layers of air with different optical densities, they undergo refraction and then total internal reflection as seen in the figure. ചുറ്റുപാടുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് സഞ്ചരിക്കുന്നത് വായുവിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന സമയത്ത് അവയ്ക്ക് റിഫ്രാക്ഷനും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ലൈറ്റ് റേക്ക് അതിൻ്റെ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റ് റേസ് ആണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് അവയുടെയൊക്കെ ഇമേജ് റോഡിൽ രൂപം കൊള്ളുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് മിറാഷ് എന്ന് പറയുന്നത് കേട്ടോ. This phenomenon is known as mirage. Such familiar images are usually seen on the surface of water. ഈ ഒരു ഫിനോമിനയുടെ പേരാണെന്ത് മിറാഷ് എന്ന് പറയുന്നത്. നമുക്ക് പരിചിതമായിട്ടുള്ള ഇത്തരം ഇമേജസ് സാധാരണയായിട്ട് ജലത്തിൻ്റെ ഉപരിതലത്തിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അകലെ നിന്നൊക്കെ നോക്കുമ്പോൾ റോഡിൽ വെള്ളമുള്ളതായിട്ടൊക്കെ തോന്നുന്നത് എന്ന്. അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രയോജനപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റിഫ്ലക്ടർ. ഒരു റിഫ്ലക്ടറിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. റിഫ്ലക്ടറിൽ സാധാരണയായിട്ട് കുറേ പ്രിസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിസങ്ങളിലൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കത് കൂടി ഒന്ന് നോക്കാം. ഇവിടെ താഴെ തന്നിരിക്കുന്ന 1.22b എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു പിക്ചറിൽ PQ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുകയാണ്. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് പതിക്കുന്നതുകൊണ്ട് തന്നെ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ഇവിടെ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ലൈറ്റ് റേ വന്ന് പതിക്കുന്നത് 45 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തായിരിക്കും സംഭവിക്കുക? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും അല്ലേ. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ വന്നിട്ട് ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുമ്പോൾ അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. അവിടെയും വെച്ച് വീണ്ടും അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അതായത് 45 ഡിഗ്രിയിലാണ് അത് വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രിസത്തിലും ഇതുപോലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് പെരിസ്കോപ്പാണ്. സാധാരണ പെരിസ്കോപ്പിലൊക്കെ മിററാണ് യൂസ് ചെയ്യുന്നത്. വിഷ്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രിസംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രിസം ഉപയോഗിച്ചുള്ള ഒരു പെരിസ്കോപ്പിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രിസം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Two equilateral prisms are used in periscope. Due to total internal reflection, the image can be seen with greater visual clarity. അപ്പോൾ പെരിസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഇക്വിലാറ്ററൽ പ്രിസംസ് ആണ്. അപ്പോൾ അതിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ ഇമേജസ് ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അടുത്താണ് ഒപ്റ്റിക്കൽ ഫൈബർ.
ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കിയും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ബേസ്ഡ് ഓൺ ദിസ് ഫിനോമിനൻ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ഓൾസോ ട്രാവൽ ത്രൂ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് റേസ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് സഞ്ചരിക്കുന്നത്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ക്യാൻ ബി സെൻഡ് സൈമിൾട്ടേനിയസ്ലി ത്രൂ എ സിംഗിൾ കേബിൾ വിത്തൗട്ട് ദ ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി. ഒരുപാട് ഒപ്റ്റിക്കൽ സിഗ്നലുകളെ ഒരേ സമയം തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ലോസ് ഒന്നും സംഭവിക്കാതെ ഒരു വയറിലൂടെ ഒരു കേബിളിലൂടെ അയക്കാൻ വേണ്ടി സാധിക്കുന്നു, ഒരേ സമയം അയക്കാൻ വേണ്ടി സാധിക്കും. സച്ച് സിഗ്നൽസ് ക്യാൻ ബി സെൻഡ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇത്തരം സിഗ്നലുകളെ പ്രകാശത്തിൻ്റെ വേഗത്തിൽ അയക്കാൻ വേണ്ടി സാധിക്കും. ദിസ് ഈസ് ദ റീസൺ ഫോർ യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഇതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കാനുള്ള കാരണം. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഉപയോഗം മെഡിക്കൽ ഫീൽഡിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. uses optical fiber to obtain the image of internal part of the body. ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഫ്രം പ്ലെയിൻ മിററും അതുമായി ബന്ധപ്പെടുത്തിയതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ നോക്കാം. occurs only when the ray of light enters from an optically denser medium to a rarer medium at an angle greater than the critical angle. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലൈറ്റ് റേ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഇൻസിഡൻറ്റ് ആംഗിളിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ, അടുത്ത പോയിന്റ് ദ റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. അത് പ്ലെയിൻ മിററിൽ വരുന്നതാണ് അല്ലെ. റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഓൺ എ സർഫസ് അറ്റ് എൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് വരുന്നത് പ്ലെയിൻ മിററിലാണ് വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. അത് വരുന്നത് ഏതിലായിരിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ വരുന്നതാണ് അല്ലേ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെറ്റസ്റ്റ് ആൻസേഴ്സ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം.